ഫൈനലി ഗൈസ് ഇറ്റ്സ് ദി ടൈം ടു റിവീൽ. കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ഇതിന്റെ പുറകെയാണ്. ഒരു ഓഫീസ് കെട്ടിപ്പടുത്തുക, അതിന്റെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ഇറങ്ങുക എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ പൊട്ടിപ്പുറപ്പെട്ടതാണ്. അങ്ങനെ അവസാനം അത് ഇവിടം വരെയൊക്കെ എത്തി നിൽക്കുന്നു. ഇപ്പോഴും ഫൈനൽ സ്റ്റേജ് ആയി എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് വർക്ക് കൂടെ ബാക്കിയുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു അതിനുള്ള സമയമായി. കാരണം ബികോം ഫൈനൽ ഇയർ ആയി, ഇനി ഒരു 2 മാസം കൂടി പോയ ക്ലാസ് നടത്തുള്ളൂ. അതിനുള്ളിൽ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാന ലക്ഷ്യം. പിന്നീട് നമ്മൾ ഈ ഒരു യൂട്യൂബ് എന്ന ഫീൽഡിലോട്ട് ഇറങ്ങിയതും ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 വർഷമായി. ഇൻസ്റ്റയിൽ 1 വർഷമായിട്ടുള്ള നമ്മൾ ആക്റ്റീവായിട്ട്, യൂട്യൂബിൽ കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് നമ്മളുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ +2 കഴിഞ്ഞ ടൈമിലാണ് ഇതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വണ്ടിയുടെയൊക്കെ റിവ്യൂ ചെയ്യാം, വണ്ടി ക്രൈസ് എന്നൊക്കെ ഒരു പേരൊക്കെ ഇട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയത്. പക്ഷേ ഈ ഒരു ഫീൽഡിൽ വന്നേ പിന്നെ നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പം ഞാൻ ഫിനാൻഷ്യലി ബെനിഫിറ്റ് ഉണ്ടായെന്നല്ല പറയുന്നത്, നമ്മുടെ എക്സ്പീരിയൻസ് വളരെ വലുതായിട്ട് വർദ്ധിച്ച് 10-200ഓളം വാഹനങ്ങൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം നമുക്കുണ്ടായി. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ പാഷന്റെ പുറകെ പോകുമ്പോൾ അതിലൂടെ തന്നെ ചെറിയൊരു പ്രോഫിറ്റ്, ചെറിയൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാന്നുള്ള നമ്മുടെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ ബികോം ഫൈനൽ ഇയർ ആയപ്പോൾ തൊട്ട് നമ്മൾ ഒരുപാട് ബിസിനസ് ഐഡിയാസ് പല രീതിയിൽ പല തരത്തിൽ ചിന്തിച്ച് പല വൻകിട പ്രൊജക്ട് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇതുപോലെ ചെറിയൊരു പരിപാടിയാണ്. അപ്പൊ ഇതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. കഴിഞ്ഞ 1 മാസമായിട്ട് നമ്മൾ ഇതിന്റെ പുറകെയായിരുന്നു. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ്, അതും ക്വാളിറ്റി അക്വയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മോഡൽസ് ആണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വളരെ ബൾക്കായിട്ട് സെയിൽ നടക്കുക, ഇതിലൂടെ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പാഷന്റെ ഒപ്പം ഒരു റവന്യൂ എന്നാണ് നമ്മുടെ ആശയം. അപ്പം ഇതിന് എന്റെ ഒരു ഇത് മാത്രം പോരാ, ഇതിന് കുറച്ചധികം പേര് എന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ 1 മാസമായിട്ട്. അതിനകത്ത് പ്രധാന കക്ഷിയെ നമുക്കിപ്പോ ഒന്ന് പരിചയപ്പെടാം. ഒരു നിമിഷം ഡീൽ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ സുഹൃത്തും നമ്മുടെ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള മിസ്റ്റർ അലൻ ആന്റണി മോസസ് ആണ്. വർഷങ്ങളായിട്ട് നമ്മുടെ ക്യാമറയിലെ പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനാണ്. ഇപ്പൊ ആൾക്കൊരു പോസ്റ്റ് കിട്ടിയത് ഇരുന്ന് ആ ഒരു ലെവലിലോട്ട് ഒരാൾ വളർന്നു. അപ്പൊ നമ്മുടെ ഈ വണ്ടി ക്രൈസ് എന്ന ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ മിസ്റ്റർ അലൻ ആന്റണി മോസസ് ആണ്. ഇതിന്റെ പർച്ചേസ്, സെയിൽസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കൂടാതെ ഇതിന്റെ റീഫർബിഷിംഗ് വർക്ക്, അങ്ങനെ എല്ലാം ഹാൻഡിൽ ചെയ്ത് എല്ലാം ഒരു പരുവത്തിനാക്കിയിട്ട് ആളിവിടെ വന്നിരിക്കും. നിങ്ങളെ കൺസൾട്ട് ചെയ്യും. അതുകൊണ്ട് ഒരു ഓട്ടോ കൺസൾട്ടിങ് കൂടി ഞാൻ ഇടയ്ക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സപ്ലൈ ഉള്ളതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ടും ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാകത്തില്ല. എങ്കിലും ഞാൻ ഇല്ലാത്ത സമയത്തും എനിക്ക് പകരം ഒരാളായിട്ട് എനിക്കറിയാവുന്ന എല്ലാ ഈ പുള്ളിക്കും അറിയാം. അപ്പൊ പുള്ളിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉഗ്രം വാഹനം സജസ്റ്റ് ചെയ്യും. അതിന്റെ കൺസൾട്ടിങ്, ഏത് വേരിയന്റ് എടുക്കണം, ഏത് വേരിയന്റിലോട്ട് പോകണം, ഏത് ഡീലർഷിപ്പിൽ നിന്ന് എടുക്കണം, ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കും. അതുകൂടാതെ നമ്മുടെ സെയിൽസിലുള്ള വാഹനത്തിന്റെ എന്ത് ഡീറ്റെയിൽ അറിയണമെങ്കിലും പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ. അപ്പൊ രാവിലെ 10 തൊട്ട് വൈകിട്ട് 10 വരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുള്ളൂ. രാത്രി ഒന്നും വിളിച്ചു കളയില്ല. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നടക്കട്ടെ. ലൊക്കേഷൻ വരുന്നത് ഓമനപ്പുഴ പാലം ഇറങ്ങി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇത് നിങ്ങൾ അവിടെ നിന്നാണ് വരുന്നതെങ്കിൽ ഓമനപ്പുഴ പള്ളി കഴിഞ്ഞ് ഒരു 150 മീറ്റർ കൂടെ മുന്നോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാന ലൊക്കേഷൻ വരുന്നത്. പിന്നീട് കാറുകളും നമ്മുടെ കയ്യിലുണ്ട്. അത് അച്ഛനാണ് കൂടുതൽ നോക്കുന്നത്. അപ്പൊ കാറുകളുടെ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ഛനെ കോൺടാക്ട് ചെയ്തതാണ്. അപ്പൊ ക്രിസ്റ്റ തൊട്ട്, ഇന്നോവ ക്രിസ്റ്റ തൊട്ട് ആ കാണുന്ന 800 വരെയുള്ള വലുത് തൊട്ട് ചെറുത് വരെ, ഓട്ടോമാറ്റിക്, മാനുവൽ, പെട്രോൾ, ഡീസൽ, സെഡാൻ, ഹാച്ച് ബാക്ക്, അങ്ങനെ എല്ലാ മോഡൽസിന്റെയും എന്ത് ഡീറ്റെയിൽ അറിയെങ്കിലും നിങ്ങൾക്ക് അച്ഛനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഓഫീസും കൂടെ കണ്ട് അതിന്റെ ടൂറും വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് ഓഫീസിന്റെ ഒരു ടൂർ കൂടെ നടത്താം. അപ്പൊ നമ്മൾ ഈ ഒരു സെറ്റപ്പിലോട്ട് ആക്കിയെടുക്കാൻ 1 മാസം എടുത്തെന്ന് പറയാം. കാരണം ഈ വാഹനങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ടാസ്ക്. കാരണം സ്കൂട്ടേഴ്സ് പൊതുവെ എല്ലാവരും റഫ് യൂസ് ആണ്. നല്ലൊരു വാഹനം കിട്ടുക എന്നുള്ളത് ഭയങ്കര പ്രയാസപ്പെട്ട കാര്യമാണ്. ഇത്രയും വാഹനം പർച്ചേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്ക്. അല്ലാതെ ബാക്കി ഇലക്ട്രിക്കൽ വർക്കും പെയിന്റിങ്ങും ബാക്കി ഫർണിച്ചറിന്റെ പരിപാടിയും സ്റ്റിക്കറിങ്ങും ഒക്കെ ആണെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പരുവത്തിലോട്ട് ആക്കിയെടുത്ത് അതിന്റെ കുറച്ച് ഷോട്ടൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ വണ്ടി പർച്ചേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ടാസ്ക്. അതും ഈ കാണുന്ന രൂപത്തിലോട്ട് ആക്കിയെടുക്കാൻ നമ്മൾ ഒരുപാട് പൈസ മുടക്കി. ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്പ്ലെൻഡറിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ തന്നെ നമ്മൾ ഈ വാഹനം പർച്ചേസ് ചെയ്യേണ്ട തന്നെ പൈസയ്ക്ക് തന്നെ നമ്മൾ ഈ വാഹനം പണിത് പിൻ ടു പിൻ അയച്ച് റീസ്റ്റോർ ചെയ്ത് സെറ്റാക്കി ഇപ്പോൾ ടെസ്റ്റ് കണ്ടീഷനാക്കി നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിയോ ആണെങ്കിലും ആക്റ്റീവ് ആണെങ്കിലും എൻഡോർക്ക് ആണെങ്കിലും ആ കാണുന്ന കരീഷ്മ ആണെങ്കിലും ഈ യൂണിക്കോൺ ആണെങ്കിലും എല്ലാം നമ്മൾ പണിത് അങ്ങേ അറ്റത്തോട്ട് ഇറക്കി. ഇപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് ഒരു യൂസ്ഡ് വാഹനം എടുക്കുമ്പം എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണി കാണും. പക്ഷെ ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലുള്ള വാഹനം സെല് ചെയ്താലും നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ ഫീൽ കിട്ടണം. അതാണ് നമ്മുടെ തോട്ട്. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് ഞാനും അതിനൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ സെയിൽ നമ്മൾ ഇൻസ്റ്റയിലൂടെയും മാർക്കറ്റ് പ്ലേസിലൂടെയൊക്കെ സെല് ചെയ്യാനാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി നമ്മുടെ ഓഫീസ് ടൂറിനെ പറ്റി പറയാനുള്ളത്. അവിടെ നമ്മുടെ മാനേജർക്ക് ഇരിക്കാൻ ചെയറുണ്ട്, കസ്റ്റമേഴ്സിന് വരുന്നവർക്ക് ഇരിക്കാൻ ചെയറുണ്ട്, കുടിക്കാൻ വെള്ളം, കാറ്റ് കൊള്ളാൻ ഫാൻ. ഇപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ എ സി ആക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും ഇരുന്നിട്ട് കാലം കിട്ടാം എന്നുള്ള സെറ്റപ്പിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്, എന്നെ സംബന്ധിച്ച് നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയ പ്രൊജക്റ്റ് മാത്രം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോൾ തൊട്ട് പല പ്രൊജക്റ്റും നമ്മുടെ മനസ്സിലൂടെ പോയെങ്കിലും നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മൾ എന്തുകൊണ്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഫ്യൂച്ചറിൽ നമ്മുടെ പ്ലാൻസ് എല്ലാം ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ ഇനിയും ഓടിക്കൊണ്ടിരിക്കും. ഇതിവിടെ ഒന്നിനും ഒരു തുടക്കമല്ല, ഒന്നിനും ഒരു അവസാനമല്ല. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെയാണ് ഇനി പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം.